ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 53ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. അടുത്തൊരു VIT അഡ്മിഷൻ്റെ പ്രൊസീജിയർ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം കൺഫ്യൂഷൻസ് ഉണ്ട്, കീമുണ്ട്, കുസാറ്റ് ഉണ്ട്. എന്നാൽ VIT തിരഞ്ഞെടുക്കണോ എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ചോദ്യം. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, അത് വേറെ റാങ്കിൽ ചിന്തിക്കണം. എന്നാലും ശരിക്കും സാർ എങ്ങനെ വിലയിരുത്താം നമ്മുടെ VIT യൂണിവേഴ്സിറ്റിയും ക്യാമ്പസുകളും പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളും? എങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായം? VIT തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ. കാരണം നമ്മൾ ഈ കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ റാങ്കിങ്ങിന് നമ്മളൊരു പ്രധാനമായിട്ടൊരു മാനദണ്ഡം നമ്മൾ NIRF തന്നെയാണ്. റാങ്കിങ് തന്നെയാണ്. ഓക്കെ. NIRFിൽ വളരെ വളരെ നല്ല അല്ലെങ്കിൽ വളരെ മികച്ച ഒരു റാങ്കിങ്ങിലാണ് VIT വെല്ലൂർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 15-18 ആ ഒരു റേഞ്ചിൽ നമ്മുടെ ടോപ്പ് IITകൾക്ക് ശേഷം തന്നെ VIT വെല്ലൂർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും ആദ്യം തന്നെ VIT ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ VIT സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് VIT. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് അത് VITയുടെ വെല്ലൂർ ക്യാമ്പസിനും ചെന്നൈ ക്യാമ്പസിനും ഉണ്ട്. ഓക്കെ. വെല്ലൂരിൻ്റെ ഓഫ് ക്യാമ്പസാണ് ചെന്നൈയിലുള്ളത്. ഓക്കെ. അപ്പം VITയിൽ ബെസ്റ്റ് ക്യാമ്പസ് വെല്ലൂർ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഇല്ലില്ല. അതുകൂടാതെ 2 പുതിയ ക്യാമ്പസുകളുണ്ട്. ഒന്ന് അമരാവതി ആന്ധ്രാപ്രദേശിൽ, മറ്റൊന്ന് ഭോപ്പാലിലും. അത് രണ്ടും ആക്ച്വലി സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ്. പേര് മാത്രം സെയിം ആണെന്നേ ഉള്ളൂ. പേര് മാത്രം സെയിം ആണെന്നേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല, അത് നമുക്ക് അത് ക്ലിയർ ആകുന്നത് VITയിൽ ഇപ്പോൾ റാങ്ക് വന്നു കഴിഞ്ഞു. ഓക്കെ. 1,00,000-ന് മുകളിൽ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് VIT വെല്ലൂരും ചെന്നൈയും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. ആദ്യത്തെ കുറച്ച് പേർക്കേ പറ്റത്തുള്ളൂ. 1,00,000 വരെ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ വെല്ലൂരും ചെന്നൈയും അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ 1,00,000-ന് മുകളിൽ റാങ്കുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അമരാവതിയും ഭോപ്പാലുമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സിറ്റുവേഷൻ റേഞ്ചിലേക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അമരാവതി ഭോപ്പാൽ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ ചില പുതിയ ന്യൂജൻ എന്ന് പറയുന്ന ചില കോഴ്സുകൾ, ഇനി മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ബയോളജി എടുത്ത് പോയ കുട്ടികൾക്ക് ഉള്ള എഞ്ചിനീയറിങ്, അങ്ങനെ ചില പ്രത്യേകിച്ച് എസ്പെഷ്യലി ഭോപ്പാൽ ക്യാമ്പസിലുണ്ട്. അപ്പോൾ അത് നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ല. VIT എന്ന് പറയുമ്പോൾ വെല്ലൂർ എന്നുള്ള രീതിയിലാണ് നേരത്തെ മുതലേ നമ്മൾ ഫോക്കസ് ചെയ്തു പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് എന്നും പ്രാധാന്യമുള്ളതും അതിനാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് ഉള്ളത് കാണുന്നത്. സാർ, ഒരു തവണ ചെക്ക് ചെയ്തപ്പോഴത്തേനും 40-ഓളം ബ്രാഞ്ചുകൾ CS-മായി ബന്ധപ്പെട്ടുണ്ട്. സാർ, ശരിക്കും ഇത്രയും ബ്രാഞ്ചുകൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബ്രാഞ്ചുകൾ നമുക്കറിയാം, അതിനകത്ത് ഇലക്റ്റീവ്സൊക്കെ മാറി ചില പേപ്പേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് എന്നുള്ളത് അത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ആയിട്ട് മാറുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ആൻഡ് ഡാറ്റാ സയൻസ് ആകുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ആൻഡ് മെഷീൻ ലേണിംഗ് ആകുന്നുണ്ട്. ഓക്കെ. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT ഉണ്ട്. BS ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് സിസ്റ്റം ഉണ്ട്. അത് അവർ TCS കൂടെ ചേർന്ന്, അല്ലെങ്കിൽ TCSൻ്റെ ഒരു സഹായം ഉണ്ട്. അവിടെ TCSൻ്റെ ഒരു അവരുടെ ഒരു ട്രെയിനിങ് സെൻറ്ററൊക്കെ വലിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ബയോ ഇൻഫോർമാറ്റിക്സ്, അത് മാത്തമാറ്റിക്സ് പഠിക്കാത്ത കുട്ടികൾക്കും. അതുകൊണ്ട് തന്നെ അതിന് നല്ല റാങ്ക് ഡിമാൻഡ് അവിടെ ഉണ്ട്. ഒരു പക്ഷേ കുട്ടികൾ തെറ്റിദ്ധരിച്ച് +2-ൽ മാത്തമാറ്റിക്സ് വളരെ ബുദ്ധിമുട്ടാണ്, മറ്റ് എന്തെങ്കിലുമൊക്കെയാണ് എൻ്റെ ഓപ്ഷൻസ് എന്ന് ആഗ്രഹിച്ച് പഠിച്ച കുട്ടികൾ വീണ്ടും എൻജിനീയറിങ്ങിലേക്ക് വരുമ്പോൾ അവർക്ക് മിക്കവാറും രാജ്യത്ത് എവിടെയാണെങ്കിലും BTech പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സ് ആവശ്യമാണ്. അപ്പോൾ അതില്ലെങ്കിൽ ഈ BTech ബയോ ഇൻഫോർമാറ്റിക്സ് അവർക്ക് ഓപ്റ്റ് ചെയ്യാനൊരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണ കാണുന്നത്. പിന്നെ ഭോപ്പാലിലേക്ക് നമ്മൾ പോകേണ്ട കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അവിടെ കുറച്ച് ന്യൂജൻ കോഴ്സുകളുണ്ട്, ഗെയിമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതായത് ഇപ്പോൾ പൊതുവിൽ അറിയപ്പെടുന്ന CS-മായി ബന്ധപ്പെട്ടിട്ടുള്ള
എല്ലാ സബ് സെറ്റ്സുകളും CS-ൻ്റെ സബ്സെറ്റുകളും നമുക്ക് പറയാവുന്നതെല്ലാം തന്നെ VIT-യിലുണ്ട്. ഏറ്റവും കൂടുതലുള്ള VIT വെല്ലൂരാണ്, വെല്ലൂർ ക്യാമ്പസിലാണ്. റോബോട്ടിക്സ് കൂടെ ഉള്ളതും മറ്റൊരു 8-10 ബ്രാഞ്ചുകളേ ഉള്ളൂ നമ്മുടെ VIT ഓഫ് ക്യാമ്പസ് ചെന്നൈയിലുള്ളത്. അപ്പോൾ ഇത്രയും ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് അവിടെ ഡിമാൻഡിങ്ങും എന്ന് പറയുമ്പോഴും അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒട്ടും പുറകിലല്ല. നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ പറയാറുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരും കാലത്ത് എമേർജിങ് ആൻഡ് ഡിമാൻഡിങ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വലിയ ഉപവിഭാഗങ്ങളില്ല. VLSI ഡിസൈനും അങ്ങനെ കുറച്ച് ഇതിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഈ നമ്മുടെ VIT വെല്ലൂര് തന്നെ EC-യിൽ 720 ഇൻടേക്ക് വരുന്നുണ്ട് ഒരു സബ്ജക്റ്റിന്. EC-യിൽ പ്യുവർ EC-യിൽ 720 കുട്ടികളെ ഇൻടേക്ക് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സബ്സെറ്റുകളിലേക്ക് പോകേണ്ട കാര്യമില്ല, ഒറ്റ ബ്രാഞ്ചിൽ തന്നെ അത്രയും വരുന്നുണ്ട്. ഒരു 10 ബ്രാഞ്ചിന് ഈക്വലൻ്റ് ആയി. പിന്നെ ബയോമെഡിക്കൽ ഉണ്ട്, അവിടെ 60 കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. EC-യുടെ ബ്രാഞ്ച് ഉപവിഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ VLSI ഡിസൈൻ, അങ്ങനെ ഇതിന് 2-3 നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ് ഏറ്റവും, സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട്. സാർ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. മലയാളികളെല്ലാവരും ഇപ്പം VIT ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത്രയും ഹെവി ആയൊരു ഫീസ് കൊടുത്ത് VIT ചൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ ഫോർ മണിയുടെ കാര്യത്തിൽ ചിന്തിച്ചാൽ ശരിയായ കാര്യമാണോ? വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോഷർ വൈസ് VIT നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പൊതുവേ നമ്മൾ പറയാറുണ്ട് വലിയൊരു ആൾക്കൂട്ടമാണ് അവിടെ. ആൾക്കൂട്ടമാണ്. ഒരു 30,000 സ്റ്റുഡൻസ് VIT ക്യാമ്പസിൽ, വലിയൊരു ക്യാമ്പസിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ വലിയൊരു ആൾക്കൂട്ടം ആണ് അവിടെ ഉള്ളത്. എങ്കിലും നമുക്കത് എക്സ്പോഷർ വൈസ് വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ തരത്തിലും നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് എല്ലാ തരത്തിലുള്ളതുകൊണ്ട്, എല്ലാ ലെവലിലുള്ളതുകൊണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ട്, ഒരുപാട് MOUs ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസ് ആണ്, അങ്ങനെയുണ്ട്. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ആയിട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ, അതുപോലെ ഇൻഡസ്ട്രി കൊളാബറേഷൻസ് നല്ലപോലെ ഉണ്ട്. ഫാക്കൽറ്റീസ് ഒരു വളരെ സെലക്റ്റീവായിട്ടാണ് ഫാക്കൽറ്റീസിനെ എടുക്കുന്നത്. കുട്ടികൾക്ക് തന്നെ ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് വെല്ലൂർ, ചെന്നൈ നമുക്ക് അത്രയും നമുക്ക് പറയാൻ പറ്റില്ല. ടോപ്പ് എപ്പോഴും വെല്ലൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ പോലെ ഫീസ് വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു 5 കാറ്റഗറി ഉണ്ട്. അതായത് നല്ല റാങ്ക് വാങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഫീസ് 2 ലക്ഷം രൂപയിൽ താഴെ ഒരു വർഷം വരുന്നുള്ളൂ, അത്രേ വരുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IIITകളിലെ ഫീ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിലും കുറവായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. IIITയിൽ ഒരു വർഷത്തെ ഫീസ് NIT-യേക്കാൾ അല്പം കൂടുതലാണ്, ശരിയാണ്. പക്ഷേ IIT-യേക്കാളും അല്പം താഴെയാണ് കാറ്റഗറി 1 ആണെങ്കിൽ. പിന്നെ അത് ഉയരുവാണ് 3, 3.5, 4 ആ ഒരു രീതിയിലേക്ക് നമ്മുടെ റാങ്ക് അനുസരിച്ച്. അപ്പോൾ നല്ല മെറിറ്റുള്ള കുട്ടിയെ സംബന്ധിച്ച് ഇത്രയും പൈസ, ഇത് മിക്കവാറും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈ രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറുണ്ട്. പക്ഷേ അതിലേറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് കാറ്റഗറി 1-ൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാറ്റഗറി 1-ൽ കിട്ടാൻ നോക്കുക ഏറ്റവും. പിന്നെ ബാക്കി 2, 3ലേക്ക് പോകുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ മറ്റ് സാധ്യതകൾ. അപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ നല്ലതാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലുണ്ടായിരിക്കുക. അത് നേരത്തെ പോലെ ഉള്ളതാണ്. ഇപ്പോഴും അവർ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സാറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കഴിഞ്ഞ വർഷത്തെ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ, അല്ലെങ്കിൽ ഈ വർഷം എത്ര മാർക്കുള്ളവർക്ക്, റാങ്ക് ഉള്ളവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. സാർ ആ ഒരു രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് പറയാം. നമ്മളൊരു ബ്രാഞ്ച് വൈസ് അനാലിസിസ് കൊടുത്തെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. കാരണം ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് സാറ് നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഏകദേശം സ്പെസിഫിക് ആയിട്ട് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളിലെ അവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഒരു റാങ്ക് തന്നെ നോക്കിയിട്ട് പറയേണ്ടി വരും. അല്ല നമ്മൾ ജനറലായിട്ട് മറ്റ് ഇപ്പോൾ NIT-യുടെ IIT-യുടെ ഒക്കെ പറയുന്ന പോലെ നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ നമുക്കവിടെ പറയാനില്ല. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും വന്നിരിക്കുന്നവരുടെ ലോവസ്റ്റ് റാങ്ക് ഒക്കെ വെച്ചുകൊണ്ടേ നമുക്കത് പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും ഡിമാൻഡിങ് പ്യുവർ CS, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വെല്ലൂർ. അത് കിട്ടണമെങ്കിൽ കാറ്റഗറി 1 നമുക്ക് 5 കാറ്റഗറി നമുക്ക് പറയാൻ പറ്റും. കാറ്റഗറി 1-ൽ ഒരു 550 റാങ്ക് താഴെയാണെങ്കിൽ, അത്രയ്ക്ക് ടോപ്പ് റാങ്ക് വരുന്നുണ്ട്, എത്ര റാങ്ക് വേണം? 550 റാങ്ക് വരെ വരാം. അതാണെങ്കിൽ കാറ്റഗറി 1 വരാം. 2-ലാകുമ്പോൾ ഒരു 1520.
3ലേക്ക് പോകുമ്പോൾ 8,1000, 8,10 വരെയൊക്കെ വരാം. കാറ്റഗറി 4ലേക്ക് വരുമ്പോൾ 14,200 ഓർ 210. അതാണ് വരുന്നത്. ഇനി 5ലേക്ക് വരുമ്പോൾ ഏറ്റവും ഫീസ് കൂടിയ ഒരു കാറ്റഗറിയാണ് 18,350. ഇതാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള CS-ൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വലിയൊരു വരും. ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് CS വിത്ത് ഡാറ്റാ സയൻസ് ആണ്. ഡാറ്റാ സയൻസ് ആകുമ്പം 650 കാറ്റഗറി, 650 വരെ ഫസ്റ്റ് കാറ്റഗറിക്ക്. കാറ്റഗറി 1 അത് 1460 ആകുമ്പോൾ, 2 ആകുമ്പോൾ, 3 ആകുമ്പോൾ 8100, 4 ആകുമ്പോൾ ഒരു 15,000-ലേക്ക് കിടക്കുന്നു. വലിയ വ്യത്യാസമുണ്ട്. ഇനി 4ഉം 5ഉം തമ്മിൽ വലിയൊരു വ്യത്യാസം കാണാനില്ല. 3 നിന്ന് 4ലേക്ക് നല്ല, കാരണം അതിനിടയ്ക്ക് മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ കുട്ടികൾ പോകാൻ സാധ്യതയുണ്ട്. 4, 5 ഒരു അഫോർഡ് ചെയ്യാവുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസമില്ല. അത് 5ലേക്ക് വരുമ്പോൾ 19,400 കൊണ്ടുവരും. ഇനി മൂന്നാമത് ഡിമാൻഡുള്ളത് IT ആണ്. IT 700 വേണം, 700 താഴെ വരണം. പിന്നെ 1,600 2-ന്, 3ക്ക് 9,050, 4-ന് 15,350, 5-ന് 19,300. ഇനി അടുത്ത ഒരു ബ്രാഞ്ച് CS വിത്ത് AI ആൻഡ് ഡാറ്റ സയൻസ്. നമ്മൾ നേരത്തെ ഡാറ്റ സയൻസ് പറഞ്ഞു, ഇത് AI ആൻഡ് ഡാറ്റ സയൻസ് അടുത്തൊരു ബ്രാഞ്ചാണ്. ഇവിടെ 720 വേണം കാറ്റഗറി 1 വരണമെങ്കിൽ. അപ്പോൾ ഇത് അടുത്ത നേരിയ വ്യത്യാസങ്ങളെ ഈ ബ്രാഞ്ചുകൾ തമ്മിൽ ഉള്ളൂ. അതായത് കുട്ടികൾ മാറി, ചിലർ ഡാറ്റ സയൻസ് എടുക്കുന്നു, ചില IT-ലേക്ക് പോകും, ആ ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. എങ്കിലും ഒരു ഡിമാൻഡിങ് ഓർഡറിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 720 വരുന്നു. പിന്നെ 1,800 2-ൽ, 3, 4ലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9,100 വരും. 3ലേക്ക് വരുമ്പോൾ 4 വരുമ്പോൾ 15,450 വരും. 5ലേക്ക് വരുമ്പോൾ 20,250 റേഞ്ചിലേക്ക് വരും. ഇനി CS വിത്ത് AI ആൻഡ് ML. ഇപ്പോൾ എയുടെ തന്നെ പല ബ്രാഞ്ചുകൾ വരും. മെഷീൻ ലേണിംഗ് കൂടെ ചേർന്ന് AI ആൻഡ് ML വരികയാണ്. ഇവിടെ 790. അതായത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറിക്ക് വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. വലിയ വ്യത്യാസം. ടോപ്പ് ആണെങ്കിൽ മാത്രമേ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേസമയം നമ്മൾ 4-ൽ 5ലേക്കൊക്കെ വരുമ്പോൾ നല്ല വേരിയേഷൻ നമുക്ക് കാണുകയും ചെയ്യാം. ആ ഒരു കാറ്റഗറി 1-ൽ ചേരാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. നമ്മൾ കാണുന്ന 1 CR പ്ലേസ്മെൻ്റൊക്കെ CS ബ്രാഞ്ച് കിട്ടാറുണ്ട്. 2-3 കുട്ടികളൊക്കെ ചില കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാര്യമാണ് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ കാറ്റഗറി 1-ൽ വരുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട NIT-യോ അല്ല IIT-യോ ഒക്കെ ജസ്റ്റ് മിസ്സാകുന്ന ഒരു കാറ്റഗറി ആകാം ഒരുപക്ഷെ, അല്ലേ? ആകാം. കാരണം പല NIT-കളെക്കാളും നല്ല എക്സ്പോഷറും പല രീതിയിലും നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. പല NIT-കളെക്കാളും. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാവും. പിന്നെ നല്ല ചില സ്റ്റേറ്റുകളിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോളേജിനേക്കാളും നല്ലതായിരിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള റാങ്കിങ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ AIML 790 വരും. പിന്നെ ഒരു 1,900 2 വരുമ്പം. 3ലേക്ക് 9,350 വരും. 4ലേക്ക് ഒരു 16,000. 5ലേക്ക് വരുമ്പോഴത്തേനും 20,600 ആ റേഞ്ച് വരും. അടുത്ത പിന്നെ CS വിത്ത് സൈബർ സെക്യൂരിറ്റി വരുന്നു. അതൊരു 800 വേണം കാറ്റഗറി 1-ൽ. മറ്റേത് 790 പറഞ്ഞ് ഇതൊരു 10 വ്യത്യാസമുള്ളൂ. അതായത് ഏകദേശം ഒരേ മാർക്കുള്ള കുട്ടികൾ മാറി 2 ബ്രാഞ്ചിൽ ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ 2ലേക്ക് വരുമ്പോൾ 2,200, 3ൽ 9,350, 4ലേക്ക് വരുമ്പോൾ നമുക്കൊരു 16,000-ലേക്ക് അടുത്തേക്ക് തന്നെ അതും വരും. പിന്നെ ഇത് 20,550. രണ്ടും അടുത്ത് തന്നെയാണ്. ഈ 2 ബ്രാഞ്ചും വ്യത്യാസം വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് അത് CS റിലേറ്റഡ് ആണ്. അത് അല്പം താഴും. അപ്പോൾ നമ്മൾ നോർമൽ എല്ലാ കാര്യങ്ങളും ആദ്യം വരുന്ന AIML ഡാറ്റ സയൻസ് അതൊക്കെ കഴിഞ്ഞു, സൈബർ സെക്യൂരിറ്റിയും കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് അല്പം താഴേക്ക് വരും. അത് 1,200, 3,250, 9,800, 16,500, 20,200. അവിടെ വലിയ മാറ്റം വരികയില്ല. 16, 20 നിൽക്കുന്നുണ്ട്. പിന്നെ IoT CS വിത്ത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരുന്നു. അവിടെ 1,500 കയറി വരുന്നത്. പിന്നെ 3,500, 8,700, 17,050 വരും. പിന്നെ 20,950, ഒരു 21 അടുത്ത് വരെ വ്യത്യാസം വരാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ബിസിനസ് സിസ്റ്റം CSBS വരും. അത് അല്പം കൊടുത്താണ് 1,580 വരെ വരാം. 3,600 റേഞ്ച് വരും. 10,350, 400 റേഞ്ചിൽ വരാം. 17,350, 400 റേഞ്ചിലും അങ്ങനെയും വരാം. പിന്നെ 21,300. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് റാങ്ക് കാറ്റഗറി 5ൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഈ പറഞ്ഞ എല്ലാം ഒരു
19,000 റേഞ്ചിലും 20യുടെ റേഞ്ചിലും അടയ്ക്കാം. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് ജോയിൻ പക്ഷെ ചെയ്യുന്നു. എനിക്കിത് വിലയിരുത്തിയത് ആദ്യവും ഭയങ്കര ഇടിയാണ്. ഈ പറഞ്ഞ കാറ്റഗറി 5നും ഒരേപോലെ തന്നെ ഡിമാൻഡ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതായതുകൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ റേഞ്ചിൽ വരുന്ന കുട്ടികൾ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതാണ്. പിന്നെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ബ്ലോക്ക് ചെയിൻ 1600, 3750, 10420, 17750, 21450 ആ റേഞ്ചിൽ പോകും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബയോ ഇൻഫോർമാറ്റിക്സ്, മാത്സ് എടുക്കാത്ത പിള്ളേർ, അവിടെ റാങ്ക് പെട്ടെന്ന് വരികയാണ് 700. കാറ്റഗറി 1ലേക്ക് വരണമെങ്കിൽ 700 റാങ്ക് വരുന്നുണ്ട്. പിന്നെ 2950, 2950 കാറ്റഗറി 2 വരുന്നത്. പല പെൺകുട്ടികളും ഈ ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 8600, 3, 4, 13400, 5, 18500. മറ്റേതിനേക്കാളൊക്കെ ഒത്തിരി താഴേക്ക് പോയി. അതാ വ്യത്യാസം. ഇനിയിപ്പം ഇത്രയാണ് നമ്മുടെ അവിടുത്തെ വലിയൊരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ്. പിന്നെ ECE, പ്യുവർ ECE എന്ന് പറഞ്ഞാൽ 720 ഇൻടേക്ക് ഉണ്ട്. അപ്പോഴത്തേന് റാങ്ക് കാറ്റഗറി 1ൽ തന്നെ വലിയൊരു വേരിയേഷൻ 7100. ഈസി കിട്ടാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ അത്രയും ഇൻടേക്ക് ഉള്ളതുകൊണ്ടുകൂടിയാണ് വ്യത്യാസം. അവിടെ സംഭവിക്കുന്നത് ഇവിടുന്ന് ഈ സമയത്ത് കുറച്ച് കുട്ടികൾ ഒരു 5000, 4000, 5000, 6000 വരെ റേഞ്ച് വരുന്ന പല കുട്ടികളും ചെന്നൈ ക്യാമ്പസ് ചൂസ് ചെയ്യാം. ചെന്നൈയിലും പല കമ്പ്യൂട്ടർ CS ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വേരിയേഷൻ വരാം. പിന്നെ സാർ നേരത്തെ പറഞ്ഞാൽ NIT-കളിലേക്കൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അങ്ങനെ പോകും. അല്ലാത്തവരായിരിക്കും ഒരു പക്ഷേ ECE-ലേക്ക് വരും. അപ്പോൾ ഇവിടെ ഒരു 6500, 7100 ആകുമ്പോൾ 7000 വരെ വരാം. പിന്നെ കാറ്റഗറി 2-ൽ 10500, കാറ്റഗറി 2. 3 വരുമ്പോൾ 19800, 4 23,000, 5 ഒരു 34,000 to 35,000 വരെ റേഞ്ച് വരെ. 34,000 ഏതായാലും ഒരു 5 കാറ്റഗറി 5 ആകുമ്പോൾ. ഇനി ബയോമെഡിക്കലുണ്ട്, ECE. ബയോമെഡിക്കൽ പക്ഷേ 60 സീറ്റേ ഉള്ളൂ. വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഇലക്ട്രോണിക്സിൻ്റെ തന്നെയാണ് ബയോമെഡിക്കൽ. അവിടെ അതുകൊണ്ട് തന്നെ റാങ്ക് അല്പം ഉയരുക ചെയ്യും. അവിടെ 6500 വേണം. 6500 കൊണ്ട് അത് ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. കാറ്റഗറി 1. 2 ആകുമ്പോൾ 9000, 3 ആകുമ്പോൾ 17000, 4 18400, 5 21,600 ആ റേഞ്ചിലേക്ക് മാറുന്നു. പിന്നെ മറ്റൊന്ന് VLSI ഡിസൈന്. അപ്പോൾ ഒരു 10,000ലേക്ക് വരും കാറ്റഗറി 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 14,000ലേക്കും 23,000, 26,500, 37,300 ആ അങ്ങനെ അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ട്രിപ്പിളിയുടെ വേറൊരു വേർഷൻ. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് അത് ഈ പുതിയ കാലത്തെ ഒരു നല്ല ബ്രാഞ്ച് നമുക്ക് പറയാവുന്നതാണ്. ഒരു ഇലക്ട്രിക്കൽ നോളജ്, കമ്പ്യൂട്ടേഷൻ നോളജും കൂടെ ഉള്ളത്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഉണ്ട്. അത് നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ നമ്മൾ ചെന്നൈ ക്യാമ്പസിലുണ്ട്. അത് നല്ല ഡിമാൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കലിനേക്കാളും ഡിമാൻഡുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറിന്. റാങ്ക് നോക്കിയാൽ മനസ്സിലായി. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ കാറ്റഗറി 1 14,800 അതേസമയം ട്രിപ്പിളി ആകുമ്പോൾ അത് 19,500 ആവും. ഒറ്റയടിക്ക് താഴെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാഞ്ച് എപ്പോഴും നല്ലതായിരിക്കും. വരും കാലത്ത് സാധ്യത കൂടുതലുണ്ട്. പക്ഷേ രണ്ട് ഫീൽഡിലും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ബ്രാഞ്ചുകളുടെ ഇൻ്റഗ്രേഷൻ ഇനി വേണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സാധ്യതകൾ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 14,800, 17,500, 26,000, 30,000, 38,500 ഇങ്ങനെയാണ് 5 കാറ്റഗറി. ട്രിപ്പിളി ആണെങ്കിൽ 19,500, 22,500, 31,000, 37,800, 41,400 അങ്ങനെ അങ്ങ് പോകും. ഇവിടെയാണ് വലിയ വ്യത്യാസം 41ലേക്ക് മാറ്റം വന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും, അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പറഞ്ഞു, ECE പറഞ്ഞു, ഇലക്ട്രിക്കലും ഇവിടെ പറഞ്ഞ് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇനി നമുക്കറിയാം സാധാരണ കോർ ബ്രാഞ്ച് എന്ന് പറയുന്നത് മെക്കും കെമിക്കൽ സിവിൽ ഒക്കെയാണ് വരുന്നത്. വലിയൊരു വേരിയേഷൻ കാണാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി തൊട്ട് താഴെ വരാവുന്ന റാങ്കുള്ള കുട്ടികൾ മറ്റേതെങ്കിലുമൊക്കെ പരീക്ഷകൾ എഴുതുന്നുണ്ട്. അവരതാത് സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ CET-യിലും അല്ലെങ്കിൽ മറ്റുള്ള നല്ല എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അവർ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒക്കെ അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് കുറച്ച് വേരിയേഷൻ അത് കാറ്റഗറി 1 പോലും വരുന്നുണ്ട്. മെക്കിലേക്ക് പോവുകയാണെങ്കിൽ 40,000ലേക്ക് വരും. കാറ്റഗറി 1 ലാസ്റ്റ് റാങ്ക് 40,000 വരെ. അത് 2 ആണെങ്കിൽ വലിയ മാറ്റമുള്ള 79,000 ഏറ്റവും. പിന്നെ വലിയ വേരിയേഷനില്ല, ഞാൻ പറഞ്ഞില്ല 4ഉം 5 ഒക്കെ വരും. മാരിയല്ല 3 86 വരും, 4 88 ഉള്ളൂ, 5 93.5. അപ്പം
അത്രയും വേരിയേഷൻ വരുന്നുണ്ട്. സിവിലാകുമ്പം 54 54,000 റാങ്ക് വരെയൊക്കെ കാറ്റഗറി 1-ൽ സിവിൽ വരാം. അത് 86,000 ആയിരിക്കും കാറ്റഗറി 2-ൽ. പിന്നെ വലിയ വേരിയേഷൻ കാണുകയില്ല. 89 3 വരും, 93 93,000 4 വരും, 98 98,000 ആയിരിക്കും 5 ലാസ്റ്റ് വരാം. 1 ലാഖിൻ്റെ അടുത്ത് വരെ എന്ന് പറഞ്ഞാൽ 1 ലാഖ് വരെ റാങ്കുള്ള ഒരു കുട്ടിക്ക് VIT വെല്ലൂരിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടും. കിട്ടും. അതുകൊണ്ടാണ് ഒരു പക്ഷേ അവർ 1 ലാഖിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ 1 ലാഖ് താഴെയുള്ളവർക്ക് മാത്രമേ വെല്ലൂരും ചെന്നൈയും അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് വച്ചിരിക്കുന്ന ഒരു പക്ഷേ അതുകൊണ്ടാണ്. ഒരു പക്ഷേ ഡ്രീം സ്റ്റുഡൻസും ഡ്രീം ക്യാമ്പസായിട്ട് ഒരു മാർക്കറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ്. കെമിക്കലും ഈ സിവിലുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല. 53 കെമിക്കലിനേക്കാൾ അല്പം കൂടി സിവിലിനേക്കാൾ അല്പം മുകളിലായിരിക്കും കെമിക്കൽ വരുന്നത്. 53,000, 82,000, 88,000, 92, 97 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വെല്ലൂരെ ക്യാമ്പസുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു അത്യാവശ്യം അതിൻ്റെ ഒരു എങ്ങനെയാണ് പോകുന്നത് എന്നും മനസ്സിലാക്കാൻ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ചേർന്നാണ് കാണുന്നത്. ഇനി ചെന്നൈയിലേക്ക് വന്നാൽ നല്ല വ്യത്യാസമുണ്ട്. വെല്ലൂർ കിട്ടിയില്ലെങ്കിൽ VIT വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറേയധികം കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അത് കാറ്റഗറി 1 ആണെങ്കിൽ പോലും അങ്ങനെയുണ്ട്. കാരണം ഇതൊരു ഓഫ് ക്യാമ്പസാണ്. ഫാക്കൽറ്റിയുടെ കാര്യം എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാ തലത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് തീരുമാനിച്ച് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തേടി പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ റാങ്കിലും നമുക്കത് കാണാം. ചെന്നൈ നല്ല ക്യാമ്പസ് തന്നെയാണ്. ചെന്നൈയിൽ CS ഒരു 5,000 വരെയൊക്കെ കാറ്റഗറി 1 വരാം. അതായത് നേരത്തെ 500 1000 നിന്നത് 5,000 വരും. അത് 2 ആകുമ്പോൾ 8,000 8,000 വരാം. അത് 3 ആകുമ്പോൾ ഒരു 13,000, 4 ആകുമ്പോൾ 22,000, 5 ആകുമ്പോൾ 22.5 അല്ലെ 6 ആ ഒരു റേഞ്ച് വരെ വരാം. പിന്നെ AIML ആകുമ്പോൾ അല്പം കൂടെ കൂടും, ഒരു 5.2. മറ്റേ 5 ആണ് നമ്മൾ പറഞ്ഞ് അല്ല സോറി അല്പം കൂടെ കുറഞ്ഞ റാങ്ക് ആകുമ്പോൾ അല്പം കൂടെ കുറഞ്ഞെന്ന് പറയും. 5,200 വരാം. അടുത്തത് 14,250, 21,600, 22,550, 23,550. അപ്പോൾ അത് അങ്ങനെയാണ് പോകാം. പിന്നെ AI റോബോട്ടിക്സ് ഉണ്ട് അവിടെ. അത് 6,000 അല്പം കൂടി താഴും. 6,000 റാങ്ക് ആവും. 15,000, 23,000, 23,700, 24,600. അങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക്. 4 5 തമ്മിൽ ഇവിടെയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. സമയം ആദ്യം നല്ല ഗ്യാപ്പ് 1 2 തമ്മിലൊക്കെ ഉണ്ടാകും. 1 കിട്ടിയില്ലേ വേണ്ട എന്ന് അങ്ങനെ പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ടെന്നാണ്. പിന്നെ ഡാറ്റാ സയൻസ് 8,200 ഒരു ഡാറ്റാ സയൻസ് ചെന്നൈ ക്യാമ്പസിൽ വരുന്നുണ്ട് കാറ്റഗറി 1-ൽ. പിന്നെ 11,000, 13,200, 22,000, 25 അങ്ങനെ പോകാം. പിന്നെ സൈബർ സെക്യൂരിറ്റി ആകുമ്പം വീണ്ടും താഴും. 9,500 വരെ താഴാം. 15,000, 16,700, 22,500, 24,100 അങ്ങനെ മാറുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇലക്ട്രോണിക്സ് ഇത്രയൊക്കെ ഉള്ളു. അവിടെ കമ്പ്യൂട്ടർ സയൻസ് വലിയൊരു പോലെ അത്രയും നമുക്ക് പറയാനില്ല. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ നമ്മുടെ നേരത്തെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇത് നല്ലൊരു ബ്രാഞ്ചാണ്. അപ്പോൾ 16,800 ഫസ്റ്റ് കാറ്റഗറി. പിന്നെ 27,600, 34,000, 38,000, 41,000 5 കാറ്റഗറി. പിന്നെ പ്യുവർ ECയേക്കാളും ഡിമാൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറിനാണ്. അതാണ് നല്ലതും അത് തന്നെയാണ്. ഡിമാൻഡിങ് കാലഘട്ടത്തിൽ അതാണ് നല്ലത്. EC ആകുമ്പോൾ 27,500 വരെ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ഇവിടെ കയറാം. 35,000 സെക്കൻഡ്, 38,000, 41.5, 43.2. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറുണ്ട്. നമ്മുടെ വെല്ലൂരുണ്ടായിരുന്നാൽ അത് 35,500, 38, 42, 43.5, 45.1 ഈ ഒരു ഇത്രയും വരാം. ട്രിപ്പിൾ അതിലും വളരെ കുറവാണ്. അതായത് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറാണ് ട്രിപ്പിളിയേക്കാളും എന്തുകൊണ്ടും ബെറ്റർ. പിള്ളേർ ഇനി ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെ വേണം ചെയ്യാനും. ട്രിപ്പിളിയേക്കാളും ബെറ്റർ തന്നെയായിരിക്കും. അപ്പോൾ അതിന് ട്രിപ്പിളിക്ക് കുറവാണ്. 58,500 വരെ ഫസ്റ്റ് കാറ്റഗറി പോകാം. ആ ഒരു റേഞ്ച് വ്യത്യാസം വരാം. സെക്കൻഡ് 61,000, പിന്നെ 65,000, 79,000, 81,000. മെക്ക് ആകുമ്പോൾ വീണ്ടും കുറയുന്നു. 79,500 ഫസ്റ്റ് കാറ്റഗറി, 82 സെക്കൻഡ്, 85.5 തേർഡ്, ഒരു 90 അടുത്ത് ഫോർത്ത്, 94, 95. അതായത് നമ്മുടെ വെല്ലൂരിനോട് ഏകദേശമൊക്കെ ചേർന്ന് തന്നെയായിരിക്കും മെക്കിൻ്റെ വരുന്നത്. അപ്പോൾ ഈ ഒരു നിലവാരത്തിലാണ് നമുക്കവിടെ പഠിക്കുന്ന
കുട്ടികളിലെ ഒരു ലാസ്റ്റ് റാങ്ക്. അപ്പം അങ്ങനെ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ അവിടെ വന്നിരിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. VITയുടെ അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഏതൊക്കെ റാങ്ക് ഉള്ളവർക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ ക്യാമ്പസുകളിൽ കിട്ടും എന്നതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ ജോബി സാർ നമുക്ക് തന്നു. സാർ ഈ ഒരു ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.